ഈ അടുത്ത കാലത്ത് ഉണ്ടായ മാറ്റം. ഈ റൊമാൻറ്റിസിസത്തിൽ നിന്ന് പ്രത്യേകിച്ച് സുഗതകുമാരി ടീച്ചറൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇത് പ്രായോഗികവാദത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ മരം നിലനിൽക്കുന്നത് ഈ വാദം ഇങ്ങനെ കൂടി അവസാനം നമ്മൾ കാണുന്നത് സൈലന്റ് വാലി സമരത്തിലൊക്കെ മരത്തിന് സ്തുതി എന്ന ടീച്ചറുടെ കവിത മരത്തെ അങ്ങ് ഭയങ്കര പരിസ്ഥിതിയുടെ എന്തോ ഒരു ഐക്കണായിട്ട് കൊണ്ടുവച്ചതിന് ശേഷം കേരളത്തിലുള്ള എല്ലാവരും മരം നടലായിരുന്നു പരിസ്ഥിതി പ്രവർത്തനം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ മരം നടലാണ്. അങ്ങനെ വനംവകുപ്പ് ഇത് ഏറ്റെടുത്ത് കേരളത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും ജൂൺ 5-ന് മരം നട്ടുപിടിപ്പിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുക. എന്ത് വേറെ തെറ്റ് ചെയ്താലും നമ്മളൊരു മരം വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ പരിസ്ഥിതിക്കാരനായി എന്നുള്ള രീതിയിലും നമ്മൾ മരം വെച്ചില്ലെങ്കിൽ നമ്മൾ ഭയങ്കര മോശക്കാരനാകുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഐക്കണൈസേഷനിലേക്ക് പോയി. എന്നാൽ ഇതിൻ്റെ മറുവശങ്ങളൊന്നും ഇപ്പോൾ മരമാണോ ഓക്സിജൻ തരുന്നത് എന്ന ചോദ്യത്തിന് അല്ല, അതിൽ കൂടുതൽ ഓക്സിജൻ തരുന്നത് കടലിലെ ആൽഗകളാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ആൽഗേനെ വളർത്തിയപ്പോൾ എന്തിനാ മരത്തിനെ വളർത്തുന്ന, മരം വെട്ടിയാൽ എന്താ കുഴപ്പം? അപ്പോൾ ഇത്തരത്തിൽ പ്രായോഗികമായിട്ടോ ശാസ്ത്രീയമായിട്ടോ അല്ല മലയാളി സമൂഹം പരിസ്ഥിതിയെ നോക്കിക്കണ്ടതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി വരുന്നു. ഒരു തലമുറ അത് ചോദ്യം ചോദിച്ചു തുടങ്ങുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ചോദ്യം വളരെ ലൗഡായി ചോദിക്കപ്പെടുന്നു. നല്ല കാര്യമാണ്. അത് അങ്ങനെ ഒരു മിഥ്യ പൊളിയുന്നത് നല്ലതാണ്. പക്ഷേ സീരിയസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഇപ്പോഴും മലയാളിയിലേക്ക് ചോദിക്കപ്പെടുകയോ അത് ചോദിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു അക്സെപ്റ്റൻസ് കിട്ടുകയോ ചെയ്യുന്നില്ല.